വെൽക്കം ടു ജസീസ് ഫുഡ് ബുക്ക്. എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ രീതിയിലും ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിയത്. അതിനുവേണ്ടി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലോട്ട് ചെറിയുള്ളി, പച്ചമുളക് അരിഞ്ഞതും വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ഇഞ്ചി വഴറ്റി നന്നായി കളറായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. കൂടെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളയ്ക്കുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഏകദേശം 2 അച്ച് ശർക്കരയാണ് ചേർത്തത്. ഇത് നന്നായിട്ട് വറ്റിട്ട് നമുക്ക് അപ്പത്തിന് സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം പുളി ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പിഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം കൂടെ യോജിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ചെറിയൊരു കഷ്ണം ശർക്കര, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 പിടി വേപ്പില, പച്ചമുളക് ഒരു 3-4 എണ്ണം, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. 1/4 കപ്പ് പരിപ്പയും കുതിർത്തി വെച്ചിരുന്നു. അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എപ്പോഴത്തേക്ക് ഇത് കാച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്തിട്ട് നമുക്കിനി കറിയിൽ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. സാമ്പാറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വെമ്പത്തിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ, 5 വറ്റൽമുളക്. ഇതെല്ലാം ഒരു പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പിടി വേപ്പെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്തിട്ട് നമുക്കിനി ഇത് മിക്സർ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. കഷ്ണം പകുതി വേവായിട്ടുണ്ട്. വെന്ത പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പും കഷ്ണങ്ങളും തിളക്കട്ടെ. അപ്പത്തിന് നമുക്ക് വെണ്ടക്കായ ഒന്ന് വറുത്തെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് അവിലിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. സാമ്പാറെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് കാച്ചെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയിട്ട് താളിച്ചിട്ട് ഒഴിക്കും. സാമ്പാർ പൊടി ചേർക്കാത്ത നല്ല സദ്യ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത് നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 2-3 പച്ചമുളക്, കുറച്ച് വേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കാളിനുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. കാളിന് വേണ്ടിയിട്ട് കുറച്ച് ചേനയും കായും, അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. കഷ്ണങ്ങൾ ഒരുവിധം വേവായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. അവിയലിക്ക് 1 ടീസ്പൂൺ ജീരകവും 1 കപ്പ് നാളികേരവും നന്നായിട്ട് ചതച്ചെടുക്കാം. തൈരും കഷ്ണമൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അവിയലായി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. കാളലിലെ കഷ്ണത്തിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അടുത്തതിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ട് നന്നായി കട്ട കളഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വയ്ക്കണം. അപ്പോഴേക്കും പച്ചടിക്കുള്ള പൈനാപ്പിൾ നമുക്ക് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. പൈനാപ്പിളിലേക്ക് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാം. കാളലിലേക്കുള്ള അരപ്പ് അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 1 കപ്പ് നാളികേരം, കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കണം. കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിന് മേലെ കുറച്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി കാച്ചിട്ട് ഒഴിക്കാം അതിൻ്റെ മേലെ. അങ്ങനെ കാളൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി പൈനാപ്പിൾ വെന്ത് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. പച്ചടിക്കുള്ള അരപ്പിന് വേണ്ടി 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പ് വേവിച്ച് വെച്ച് പൈനാപ്പിളിലോട്ട് ഒഴിക്കാം. അരപ്പും പൈനാപ്പിളും തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. പൈനാപ്പിൾ പച്ചടി റെഡിയായി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മത്തങ്ങലിശ്ശേരി വെക്കുന്നതിന് വേണ്ടിയിട്ട് മൺപയർ 1 വിസിലടിച്ച് മാറ്റി വെച്ചിട്ട് അതിലോട്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒരു വിസിലടിച്ചെടുക്കാം. ഇതാകുമ്പോഴത്തേനും നമുക്ക് ഓലിനുള്ള കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. മത്തങ്ങലശ്ശേരി കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ വെള്ളം ഒന്ന് വെട്ടിട്ടെ. അപ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് നാളികേരവും ജീരകവും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. മത്തങ്ങലശ്ശേരിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്കിതിൽ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി കാച്ചതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് ചേർക്കാം. ഉഴുന്നൊന്നായി വരുമ്പോൾ 2 ടീസ്പൂൺ നാളികേരം, കുറച്ച് വേപ്പില, 3 ഉണക്കമുളകും ചേർത്തിട്ട് നന്നായി വറുത്ത് ഇനി ഇത് നമുക്ക് മത്തങ്ങലശ്ശേരിയിലേക്ക് ചേർത്തെടുക്കാം. അങ്ങനെ മത്തങ്ങലശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഓലം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ബയർ ഫസ്റ്റ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുമ്പളങ്ങ ചേർത്തെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലൊരു വിസിലടിച്ച് നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് 2 പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം. ഇതിന് വെള്ളം നന്നായി വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് കുക്കറിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഓലയിലേക്കുള്ള കട്ടിപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. കഷ്ണത്തിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കട്ടിപ്പാലും വേപ്പില ഒഴിച്ചിട്ട് ഒന്ന് പതച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഓലിനും റെഡി ആയിട്ടുണ്ട്. പച്ചടിക്കുള്ള ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മിക്സർ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലത്തെ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കാം. പച്ചടിക്കുള്ള അരപ്പിനായിട്ട് 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ ജീരകം, 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കുക. ബീട്രൂട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അരപ്പയിൽ ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണത്. 1 കപ്പ് തൈര് എടുത്ത് കട്ട കളഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പിലിട്ടിട്ട് കാച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പായസം ഉണ്ടാക്കാം. അടപ്രഥമന ഉണ്ടാക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് അട വേവിച്ചെടുക്കാം. അട ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. ഒപ്പം ശർക്കരയും ഉരുക്കാൻ വയ്ക്കാം നമുക്ക്. അട വെന്തിട്ടുണ്ട്. നമുക്കത് ഊറ്റിയിട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. ശർക്കര ഉരുക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് അട ചേർത്ത് കൊടുക്കാം. അടയും ശർക്കരയും തമ്മിൽ നന്നായി യോജിക്കട്ടെ. അപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും നാളികേരും ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് നന്നായി തിരുമ്മിയിട്ട് കടുക് ഉഴുന്നും പൊട്ടിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ചേർത്തിട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത പായസം റെഡിയായി. അടുത്ത് നമുക്ക് പാവയ്ക്കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞ പാവയ്ക്കും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ശകലം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക് നന്നായി മുരിയട്ടെ. അപ്പത്തിന് നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. 1 കപ്പ് തൈര് എടുത്തിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് കട്ട ഉടച്ച് വെക്കുക. അതിന് ശേഷം വറുത്ത് വെച്ച പാവയ്ക്കയിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാവയ്ക്ക് കിച്ചൺ റെഡി ആയിട്ടുണ്ട്. സദ്യക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സദ്യ വിളമ്പാം. ആദ്യം നമുക്ക് പഴം, പപ്പടം, ഉപ്പേരി, മുളക് കൊണ്ടാട്ടം, കയ്പ്പിക്ക കൊണ്ടാട്ടം, മാങ്ങാച്ചാറ്, ഇഞ്ചിക്കറി, കേബേജ് തോരൻ, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, പാവയ്ക്ക കിച്ചടി, മത്തങ്ങലശ്ശേരി, കാളൻ, ഓലൻ, അവിയൽ, ചോറ്, സാമ്പാർ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പായസം. സദ്യ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്താൻ മറക്കല്ലേ.